ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ പുറത്തു വന്നൊരു പ്രൊമോ ആണ് കേട്ടോ. ഈ ഒരു പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നത് ഫുൾ അംഗം വെട്ട് സീനാണ് കാണിക്കുന്നത്. നാളെ വമ്പൻ യുദ്ധം തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ ബാക്കിയായിട്ടുള്ള ഒരു യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ, നെവിന്, ആര്യൻ ഇവരുടെ ഈ ഒരു ക്യാപ്റ്റൻ ടീമും പിന്നെ വീട്ടുകാരും തമ്മിലുള്ള യുദ്ധമാണ്. അനീഷ്, ഷാനവാസ്, ആദില നൂറ, അനുമോള് ഇവരെല്ലാവരും തമ്മിൽ വഴക്കുണ്ടാകുകയാണ്. കൂട്ടത്തല്ല്, കൂട്ടപ്പൊരിച്ചിൽ തന്നെ നടക്കുകയാണ്. അനുമോളും നെവിനും തമ്മിൽ വഴക്ക്, ഷാനവാസും നെവിനും തമ്മിൽ വഴക്ക്, അനീഷും ആര്യനും നെവിനും തമ്മിൽ വഴക്ക്, അതേപോലെ അക്ബറും അനീഷും തമ്മിൽ വഴക്ക്. അങ്ങനെ ഫുൾ വഴക്കാവുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രോമോയ്ക്കകത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസല് അനുമോളാണ് കഴുകി വെക്കേണ്ട ഡ്യൂട്ടി ഉള്ളത്. അനുമോളും ഷാനവാസുമാണ് ഈ ആഴ്ച കഴുകി വെക്കേണ്ടത്. അപ്പൊ കഴുകി വെച്ചത് പ്രോപ്പറായിട്ട് കഴുകിയിട്ടില്ല എന്ന് പറഞ്ഞ് നെവിനും അക്ബറും ആര്യനും ഫുഡ് ഉണ്ടാക്കാതിരിക്കുന്നു. അവിടെ എനിക്ക് മരുന്ന് കഴിക്കാനുള്ളതാണ്, ഫുഡ് ഉണ്ടാക്കാനായിട്ട് നൂറ ഈ ഒരു പ്രോമോയ്ക്കകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഷാനവാസ് പറയുന്നുണ്ട് ലെൻസ് വെച്ചാൽ നോക്കിയാൽ കാണാത്ത ഈ ഒരു പൊടിയുടെ പേരിലാണ് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാതിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ അനുമോള് പറയുന്നുണ്ട് സൗകര്യമില്ല കഴുകി വെക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നെവിൻ പറയുന്നുണ്ട് സൗകര്യമില്ല തിന്നണ്ടടി എന്ന് പറയുന്നുണ്ട്. എന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഇത്രയും ചെറിയൊരു വഴക്ക് കാണിച്ചിട്ടാണ് നിങ്ങൾ പാത്രം വൃത്തിയായിട്ടില്ല എന്ന് പറയുന്നത്, അങ്ങനെ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് കിച്ചൺ ടീം തന്നെയാണ് കഴുകി വെക്കേണ്ടതെന്ന് അങ്ങനെ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആര്യനും നെവിനും കൂടി സൗകര്യമില്ല എന്ന് പറയുന്നതായിട്ട് പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലഭിഷേകമാണ് കാണിക്കുന്നത്. നെവിനും ഷാനവാസും തമ്മിൽ കയ്യാങ്കളി ആവുന്നുണ്ട്. ആ ഒരു പാലിന്റെ ഡബ്ബ നെവിനെടുത്ത് എറിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഷാനവാസിന്റെ മേത്തേക്ക് എറിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നെവിന്റെ അട്രോസിറ്റീസ് ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പരാക്രമം തന്നെയാണ് നെവിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോമോയ്ക്കകത്ത് നെവിന്റെ പരാക്രമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോ ലൈവിനകത്ത് എന്തുമാത്രമായിരിക്കും പട്ടിഷോ ഇങ്ങനെ കീറി പട്ടിഷോയുടെ മൂർത്തി ഭാവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നെവിന് നിസ്സംശയം പറയാനായിട്ട് പറ്റും ഈ ഒരു പ്രോമോയ്ക്കകത്തുനിന്ന് തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു ആദില നൂറയും ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. ഈ കൂട്ടത്തല്ലിൻ്റെ അകത്ത് അവരും ഉണ്ട്. സാബുമാൻ മാത്രമാണെന്ന് തോന്നുന്നു മിണ്ടാതിരിക്കുന്നത് ഇപ്പോഴും. ആദില നൂറ എനിക്ക് തോന്നുന്നു നൂറെ കൈവെക്കുന്നു അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടാവും. അപ്പൊ ആദില പറയുന്നുണ്ട് എനിക്ക് ധൈര്യം ഉണ്ട് അവളെ ഒന്ന് കൈവച്ച് നോക്കുന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് മാസം അടിക്കുന്ന ഒരു പ്രോമോ കുറച്ചു നേരം മുമ്പ് വന്നിരുന്നു. അങ്ങനെ നാളെ ഫുൾ നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒരു കലഹമാണ്, കൂട്ടക്കലഹം, കൂട്ടപ്പൊരിച്ചിലാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അംഗം വെട്ട് പരിപാടികളാണ് കേട്ടോ. ടിക്കറ്റ് ഫിനാലെ ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവും തോന്നുന്നില്ല. കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.